കഴിഞ്ഞ ദിവസമായിരുന്നു ആദില നൂറ മത്സരാർത്ഥികളുടെ ഇടയിലെ നൂറയുടെ പിറന്നാൾ. ആ പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് ഇത്തവണ ആരാധകരെല്ലാവരും ആഘോഷിച്ചത് എന്ന് പറയണം. നൂറയും ആദിലയും തമ്മിലുള്ള പ്രണയബന്ധം ഇപ്പോൾ ലോകമെമ്പാടുമുള്ളവരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറാനുള്ള കാരണവും നൂറയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആരാധകർക്ക് നൂറയോടുള്ള സ്നേഹം തന്നെ ഇതിലൂടെ കാണാനും സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റും ഇത് തന്നെ കാണിക്കുന്നു. എന്നാൽ നടി അനുമോള് ഇവരുടെ പിറന്നാളിന് പോയില്ല എന്നതാണ് പ്രേക്ഷകരുടെ കണ്ടെത്തലുകൾ. ആദിലയും നൂറയുമായിട്ട് ട്രിപ്പ് പോകുമോ എന്ന് അനുമോളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് അവർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞ് അനുമോൾ ഒഴിവാക്കുകയായിരുന്നു. നൂറയുടെ പിറന്നാളിനും അനുമോൾ എത്തിയില്ല. പ്രശസ്തിയിലെത്തി അനുമോൾ ഇപ്പോൾ എല്ലാവരെയും മറന്നോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് ആരോടും വിരോധമില്ല എന്നും എല്ലാം ഗെയിമിൻ്റെ പാർട്ടായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും എനിക്കാരോടും ദേഷ്യമില്ല എന്നാണ് അനുമോൾ പുറത്തിറങ്ങി പറഞ്ഞത്. ഞാൻ ഒന്നിലും ഇടപെടാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. അതുമാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിൻ്റെ കാര്യം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ബിഗ് ബോസിന് ശേഷം അനുമോളുടെ കാര്യം തന്നെയാണ്. അനുമോൾ ഇപ്പോൾ ഒരു പഴയ ആളല്ല, ആളാകെ മാറി. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് തന്നെ കാണുമ്പോൾ എന്തോ എന്നുള്ള ഭാവമാണോ എന്നാണ് പ്രേക്ഷകരുടെ സംശയം. ഞങ്ങളാണ് അനുമോളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ വോട്ടൊക്കെ കഴിഞ്ഞ് ഷോയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇത്തരത്തിൽ പെരുമാറാറുണ്ട്. അനുമോൾ അത്തരത്തിലാണോ പെരുമാറുന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ആദിലയുടെയും നൂറയുടെയും പിറന്നാളിന് പോകാത്തതെന്തെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ പലരും പറയുന്നു അനുമോളെ ക്ഷണിച്ചില്ല എന്നും മനഃപൂർവ്വം അനുമോളെ ഒഴിവാക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പിറന്നാളിന് അനുമോൾ മാത്രമില്ലായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. മറ്റുള്ളവരെല്ലാവരും പങ്കെടുത്തുവെങ്കിലും അനുമോൾ മാത്രം അവിടെ എത്താത്തത് വളരെയധികം തന്നെ പ്രശ്നമായി മാറുകയും എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അനുമോൾ മനഃപൂർവ്വം പോകാത്തതാണോ അതോ ക്ഷണിക്കാത്തതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ അനുമോളുടെ ഭാഗത്ത് നിരവധി കുറ്റം കണ്ടുപിടിച്ച് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അനുമോൾ ബിഗ് ബോസിന് ശേഷം ആളാകെ മാറിപ്പോയി എന്നും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് പല രീതിയിലും സംസാരിക്കാൻ നോക്കിയെങ്കിലും എന്നാൽ ഇപ്പോൾ അനുമോൾ കാണിക്കുന്നത് പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശൈത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്ന സമയത്ത് പോലും എല്ലാവരും അനുമോളെ മാത്രമായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്വഭാവം കാണുമ്പോൾ ഇനി ശൈത്യ പറഞ്ഞതുപോലും ശരിയാണോ എന്ന് എല്ലാവരും ചിന്തിച്ചു പോവുകയാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുകയാണ്. എനിക്കിനി തിരക്കുള്ള ജീവിതമാണ് എന്ന് അനുമോൾ പറയാതെ പറയുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.